ശ്രീലങ്കൻ തീരത്ത് നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക അവരുടെ മുങ്ങിക്കപ്പലിലെ ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു. ശ്രീലങ്കയുടെ അടുത്തെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെയും അടുത്താണല്ലോ. കാരണം ഇന്ത്യയും ശ്രീലങ്കയും ജല അതിർത്തി എന്ന് പറയുന്നത് വളരെ അടുത്തടുത്താണ്. അപ്പോൾ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും അടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെയോ ശ്രീലങ്കയുടെയോ ജല അതിർത്തിക്കുള്ളിലല്ല, മറിച്ച് അന്താരാഷ്ട്ര ജലപാതയിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയം അല്ല. പക്ഷെ എന്നിട്ടും നമ്മുടെ പല മാധ്യമങ്ങളും രാജ്യത്തെ പലരും ഇതിലേക്ക് ഇന്ത്യ വലിച്ചിഴക്കുകയാണ്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് പോയ കപ്പലിനെയാണ് അമേരിക്ക ആക്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് കണ്ണീരൊഴുക്കുകയാണ്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്നതിൽ കാര്യമൊന്നുമില്ല. യുദ്ധത്തിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയാണ്. അമേരിക്ക ഇറാനെയും ആക്രമിക്കുന്നുണ്ട്, ഇറാൻ അമേരിക്കയും ആക്രമിക്കുന്നുണ്ട്, ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് ഭാഗത്തും ആൾനാശവും സംഭവിക്കുകയാണ്. അമേരിക്കയിൽ ആൾക്കാർക്ക് ജീവൻ നഷ്ടമായാലും ഇസ്രയേലിന് നഷ്ടമായാലും ഇറാന് നഷ്ടമായാലും നഷ്ടപ്പെടുന്നത് ജീവനാണ്. അത് ഒന്നായാലും 100 ജീവൻ ജീവൻ തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷെ ഇതിനകത്തേക്ക് ഇന്ത്യ വലിച്ചഴിക്കുന്നത് വെറും അനാവശ്യമായ ഒരു പ്രവൃത്തി എന്നേ പറയാനുള്ളൂ. 2026 മാർച്ച് 4 ശ്രീലങ്കയുടെ തീരത്ത് നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ കപ്പൽ തകരുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു അമേരിക്കൻ അന്തർവാഹിനി തൊടുത്തുവിട്ട ടോർപിഡോ ആക്രമണത്തിലാണ് കപ്പൽ മുങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു അമേരിക്കൻ അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് ശത്രു രാജ്യത്തിന്റെ കപ്പൽ തകർക്കുന്നത് ആദ്യമാണെന്നും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കുകയുണ്ടായി. ഇനി ഇതിനകത്ത് ഇന്ത്യ എന്തിനാണ് വലിച്ചഴിക്കുന്നത് നോക്കാം. ഇന്ത്യയുടെ ക്ഷണപ്രകാരം തന്നെയാണ് ഈ കപ്പൽ വന്നത് എന്ന് ഏറെക്കുറെ ശരിയാണ്. ഫെബ്രുവരി 17 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യൻ നേവിയുടെ അന്താരാഷ്ട്ര കപ്പൽ പ്രദർശനത്തിലും ബഹുരാഷ്ട്ര നാവിക അഭ്യാസമായിട്ടുള്ള മിലാൻ 2026ലും പങ്കെടുക്കാൻ എത്തിയതാണ് ഈ ഇറാൻ കപ്പലും. ഇന്ത്യയിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറാനിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഈ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് എന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇന്ത്യൻ വാട്ടർ അതിർത്തിക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജല അതിർത്തിക്കുള്ളിൽ നിൽക്കുമ്പോഴായിരുന്നില്ല ഈ ആക്രമണം നടക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വളരെ ശക്തമായി നടക്കുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് കിട്ടുന്ന ഒരു ഇറാൻ യുദ്ധക്കപ്പലിനെ അമേരിക്ക ആക്രമിക്കാതെ വിടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പം അവരുടേതാണ്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിലും പസഫിക് ഓഷനിലാണെങ്കിലും അറബിക്കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും അമേരിക്ക ആക്രമിക്കും. ഇനി അമേരിക്കയ്ക്ക് എങ്ങനെ ഇത് ആക്രമിക്കാൻ പറ്റി എന്നതാണ് സംശയം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസ് ഉണ്ട്. ഏഷ്യയിലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമാണ് ഡീഗോ ഗാഷ്യ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബേസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണിത്. കന്യാകുമാരിയിൽ നിന്ന് വെറും 1600 കിലോമീറ്റർ മാത്രം അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപരമായ ഈ സ്ഥാനം കാരണം ഇതിനെ ഫുട് പ്രിന്റ് ഓഫ് ഫ്രീഡം എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയ്ക്ക് തെക്കൻ ഏഷ്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നീ മേഖലകളെ നിരീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങളും അതുപോലെ B-52 വിമാനങ്ങളും എല്ലാം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണി നടത്താനുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ സൈനിക താവളത്തിൽ നിന്നായിരിക്കണം അമേരിക്കയുടെ മുങ്ങിക്കപ്പൽ നീങ്ങിയിട്ടുണ്ടാവുക. ഇന്ത്യയിലെ 2026 നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങളെ കുറിച്ച് അമേരിക്കയ്ക്കും അറിയാമായിരുന്നു. അതിന് കാരണം ഇറാൻ മാത്രമല്ല ഇതില് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയത്. അതായത് വിശാഖപട്ടണത്തിൽ നടന്ന ഈ മിലാൻ 2026 നാവിക അഭ്യാസത്തിലും ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂലുമായിട്ട് ഇറാനെ കൂടാതെ 70-ലധികം രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ലോകത്തെ പ്രധാന നാവിക ശക്തികൾ ഒരേ വേദിയിലെത്തിയത് ഒരു വലിയ ചർച്ചയുമായിരുന്നു. വൻപിച്ച സൈനിക വിരുന്നായിരുന്നു ഇത്. അമേരിക്കയുടെ പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ടായിരുന്നു. ഇറാൻ മാത്രമല്ല, ഇതിനകത്ത് അമേരിക്ക ഉണ്ടായിരുന്നു, റഷ്യ ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു, ജപ്പാൻ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, ശ്രീലങ്കയും ബംഗ്ലാദേശും വിയറ്റ്നാമും മലേഷ്യയും ജർമ്മനിയും ഫിലിപ്പീൻസും UAEയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ പങ്കെടുത്ത ഒരു വലിയ ഒരു പ്രദർശനവും അതോടൊപ്പം അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ നടന്നൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ചുരുക്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. 19 വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ നേരിട്ട് പ്രദർശനത്തിനും
പരിശീലനത്തിനുമായിട്ട് വിശാഖപട്ടണത്ത് എത്തിച്ചിരുന്നു. ഇക്കൂട്ടത്തിലെത്തിയ ഇറാന്റെ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. അതിൽ ഇന്ത്യക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. കാരണം ഈ കപ്പൽ ഈ സമയത്ത് ആക്രമിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ ഇന്ത്യ ഈ ഒരു വിശാഖപട്ടണത്തെ പ്രോഗ്രാമിലേക്ക് വിളിച്ചത്. മാത്രമല്ല അമേരിക്കയും ഇറാനും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ വഷളാകുമെന്നുള്ളത് ആർക്കറിയാമായിരുന്നു. അപ്പൊ ഇത് യുദ്ധത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമേരിക്ക അവർക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്തു. ഇറാന്റെ നാവിക ശക്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാന്റെ എയർ പവറും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് കയ്യിൽ കിട്ടിയ ഇറാന്റെ കപ്പലിനെ അവർ തകർത്തു. ഇറാന്റെ ഈ കപ്പൽ മാത്രമല്ല 10-20 കപ്പലുകൾ, മുങ്ങിയ കപ്പലുകൾ അടക്കം തകർത്തവയിൽ പെടുന്നുണ്ട്. അമേരിക്ക ചെയ്ത പ്രവൃത്തി ശരിയാണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് അമേരിക്കയുടെ പ്രവൃത്തിയോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. അതിന്റെ കാരണം ഇത് അന്താരാഷ്ട്ര പാതയിൽ വെച്ചാണ് അമേരിക്ക ഈ കപ്പലിനെ ആക്രമിക്കുന്നത്. അന്താരാഷ്ട്ര പാത എന്ന് പറയുന്നത് ചരക്ക് നീക്കം നടക്കുന്ന പാതയാണ്. ഇപ്പൊ ഇന്ത്യയിലേക്കും അതുപോലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ചൈനയിലേക്കും ഒക്കെ അടക്കമുള്ള ധാരാളം ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്ന ഒരു പാതയിൽ അമേരിക്ക ഒരു കപ്പലിനെ ആക്രമിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം, ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാവും. അമേരിക്കയും ഇനി ഇതേപോലെ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ചരക്ക് കപ്പലുകൾക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് അത് മാറും. മറ്റൊന്ന്, ഈ ട്രേഡിനെ ബാധിക്കുന്ന തരത്തിൽ യുദ്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇറാൻ ചെയ്തത് അവരുടെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് ഇടുക്ക്, കടലിടുക്ക് അവരും തൽക്കാലം അടച്ചിരിക്കുകയാണ്. ചൈനീസ് കപ്പലുകളെ മാത്രമാണ് കടത്തിവിടുന്നത്. അത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ വലിയ ഒരു നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിൽ ഇറാനും തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ, വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഈ പ്രവൃത്തിയും തീർച്ചയായിട്ടും ശരിയല്ല. വ്യാപാര പാതയിൽ വെച്ച് ഒരു കപ്പലിനെ ആക്രമിച്ചത് ഒട്ടും ശരിയായില്ല. പക്ഷെ യുദ്ധത്തിനകത്ത് നീതി, ന്യായം ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു രാജ്യവും നോക്കില്ല, മുൻകാലങ്ങളിലും നോക്കിയിട്ടില്ല. വിജയമാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പൊ അമേരിക്ക അവരുടെ ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്തു. തിരിച്ച് ഇറാനും അമേരിക്കയുടെ കപ്പലുകളെ തകർക്കാം. അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാം. അത്രയേ ഉള്ളൂ. ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു തരത്തിലും രാജ്യങ്ങൾ ന്യായത്തോടെ പെരുമാറും, നീതിയോടെ പെരുമാറും, മനുഷ്യ അവകാശങ്ങളോടെ പെരുമാറും എന്നൊന്നും ആരും വിചാരിക്കരുത്. മനുഷ്യാവകാശങ്ങൾ അതിന്റെ പരിസരത്ത് പോലും ഉണ്ടാവില്ല. യുദ്ധങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യാവകാശം പ്രതീക്ഷിക്കാൻ പറ്റുക? അത് നമുക്ക് വാചകം അടിക്കാം എന്നുള്ളതല്ലാതെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇനി ഇന്ത്യക്ക് ഇത് തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇന്ത്യൻ ഓഷനിലെ ഇന്ത്യയുടെ മസിൽ ഇന്ത്യ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യ ഇപ്പോഴും ഒരു അഗ്രസീവായിട്ട് മറ്റു രാജ്യങ്ങളോട് ഡീൽ ചെയ്യുന്ന ഒരു രാജ്യമല്ല. ഇപ്പൊ ചൈനയെ പോലെയോ അമേരിക്കയെ പോലെയോ ഒന്നല്ല. ഇന്ത്യ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിലാണ്. ഇത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്. ഇന്ത്യ നിലവിൽ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ നേർക്ക് വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക, വേണ്ടി വന്നാൽ മാത്രം തിരിച്ചടിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇന്ത്യ. അല്ലാതെ ഇന്ത്യൻ ഓഷന്റെ മുഴുവൻ കൺട്രോളും ഏറ്റെടുത്തിട്ടുള്ള ഒരു രാജ്യമല്ല. ഇന്ത്യൻ ഓഷനിലെ പവർഫുൾ ആയിട്ടുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇന്ത്യ തൽക്കാലം US-നെയോ എന്തിന് ചൈനയോ പോലും വെല്ലുവിളിക്കാനോ ഒരു പ്രശ്നത്തിൽ കൊണ്ടുവന്ന് തലയിടാനോ ശ്രമിക്കുന്നില്ല. പകരം ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഫ്യൂച്ചറിലേക്കാണ്, എക്കണോമിക് ഗ്രോത്തിലാണ്. നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോയേ പറ്റും. ഇവിടെ കിടന്ന് കുറേ ആളുകൾ തൊള്ള തുറക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. നമുക്ക് അമേരിക്കയും ഇസ്രയേലിനെയും യൂറോപ്പിനെയും ഒന്നും പിണക്കേണ്ട ഒരു കാര്യമില്ല. ചൈനയെ പോലും ഇന്ത്യ ഈ ഘട്ടത്തിൽ പിണക്കാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോവുക, ക്ഷമയോടെ മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ശക്തി നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ നേരെ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിട്ടേ പറ്റൂ. അതിപ്പോൾ നാളെ ഇപ്പോൾ ചൈന ആയാലും അമേരിക്ക ആയാലും നമുക്ക് വേറെ വഴിയില്ല. പക്ഷേ വഴിയേ പോകുന്ന പ്രശ്നങ്ങളെ ഏണി വെച്ച് പിടിക്കേണ്ട കാര്യം തൽക്കാലം ഇന്ത്യക്കില്ല. ഇത് ഇന്ത്യയുടെ വിഷയമല്ല. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ്. സൂപ്പർ പവർ ചൈന പോലും സഹായിക്കുന്നില്ല. കാരണം ചൈന പോലും സഹായിച്ചാൽ ചൈനയുടെ എക്കണോമിയെ ബാധിക്കുമെന്ന് ചൈനയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വേണ്ടാത്ത വയ്യാവേലിയിൽ നിന്ന് എടുത്ത് തലയെ വെക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഒരു കപ്പൽ വന്നു ഇന്ത്യൻ അതിർത്തിയിൽ വെച്ചാണ് അത് ആക്രമിക്കപ്പെട്ടതെങ്കിൽ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അത് നമുക്ക് മാനക്കേടാണ്. നമ്മുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന ഒരു കപ്പലിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് മാനക്കേടാണ്. മറിച്ച് നമ്മുടെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുമായിട്ട് ബന്ധമില്ല. നമ്മുടെ രാജ്യാതിർത്തി വിട്ട് അവർ ഇന്റർനാഷണൽ വാട്ടറിലേക്ക് കയറുന്ന സമയം തൊട്ട് പിന്നെ അത് നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല. അവർക്ക് എങ്ങോട്ട് വേണോ പോവാം. അവർ പോകുന്നിടത്തൊക്കെ കഴിഞ്ഞ ആഴ്ചയെ ഞാൻ ഇന്ത്യയിൽ പോയിരുന്നു, അതുകൊണ്ട് ഇനി മുതൽ എവിടെ പോയാലും ഞാൻ ഇന്ത്യയുടെ ഗസ്റ്റാണ് എന്ന് അറിയപ്പെടൂ എന്ന് പറയുന്നതൊക്കെ എന്ത് ലോജിക്കാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് അടച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാളെ കാര്യമാണ്. അയാൾ എവിടെ പോകുന്നതിന് നമ്മൾ മറുപടി പറയണോ? അയാൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു 5-6 കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ട് വഴിയിൽ വെച്ച് ഒരാൾ അടിച്ചു, ഉടനെ തന്നെ നമ്മൾ അതിന് മറുപടി പറയണോ? നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നതെന്ന് കരുതുക,
അപ്പൊ അയാൾ പറയോ, ഞാൻ മറ്റേ ആളുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് എനിക്ക് ഈ അടി കിട്ടിയത്, അതുകൊണ്ട് അവൻ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ, അവൻ എനിക്ക് നഷ്ടപരിഹാരം തരണം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാനാണ്? കാരണം നമ്മൾ പറഞ്ഞോ ഇവരോട് യുദ്ധം ചെയ്യാൻ. ഈ യുദ്ധമൊക്കെ ഇവർ വരുത്തി വെച്ചല്ലേ. നമ്മൾ പറഞ്ഞോ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഇറാനോട്? നമ്മൾ പറഞ്ഞോ ആണവായുധം കണ്ടുപിടിച്ചാൽ ഭൂമുഖത്തുനിന്ന് തന്നെ ഇസ്രയേലിനെ തുടച്ചു മാറ്റും എന്ന് പറയാൻ ഇറാനോട് നമ്മൾ പറഞ്ഞോ? നമ്മളോട് ചോദിച്ചിട്ടാണോ അവർ പറഞ്ഞത്? അല്ലല്ലോ. അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും നമ്മളോട് ചോദിച്ചിട്ടാണോ അവർ ഇറാനെ പോയി ആക്രമിച്ചത്? തിരിച്ച് ഇറാന്റെ അടുത്തുനിന്ന് അവർക്ക് കിട്ടുന്നെങ്കിൽ അവരും വാങ്ങിച്ചോട്ടെ. ഇതൊക്കെ അവരുടെ വിഷയമാണെന്ന്. ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇടപെടാൻ പറ്റൂ? നമുക്ക് നമ്മുടെ കാര്യമാണ് പ്രധാനം. നമ്മളെ ബാധിക്കാത്തിടത്തോളം നമ്മൾ ഈ വിഷയങ്ങളിൽ പോയി ഇടപെടേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് യുദ്ധങ്ങളിൽ. നമ്മളത് ഒരു എക്കണോമിക് പവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ അമേരിക്കയുടെ അത്ര സാമ്പത്തിക ശക്തി ആയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ലോകത്തോട് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് നിലവിൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരെ തെരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങളോടാണ്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അമേരിക്കയെ പോലൊരു വളരെ എക്കണോമിക് പവറായിട്ട് മാറി, വളരെ വലിയൊരു സൈനിക ശക്തിയായിട്ട് മാറിയാൽ നമുക്ക് നമ്മുടെ രാജ്യത്തോട് മാത്രമല്ല, ഒരു വളരെ ശക്തനായ രാജ്യത്തിന് ലോകത്തോട് ഉത്തരവാദിത്തമുണ്ട്. ലോക രാജ്യങ്ങളോടും ഭൂമി എന്ന് പറയുന്ന പ്ലാനറ്റിനോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഉത്തരവാദിത്തം പലപ്പോഴും അമേരിക്ക കാണിച്ചിട്ടുമുണ്ട്, കാണിക്കാതിരുന്ന സംഭവങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശക്തമാകുമ്പോൾ മാത്രമേ നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ടാൽ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ വളരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം അമേരിക്കയൊക്കെ പോലെ ഒരു പവർഫുൾ എക്കണോമി ആവുക എന്നുള്ളതാണ്. അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. പോകുന്ന വഴിയിൽ, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ പലരും നമ്മളെ പ്രലോഭിപ്പിക്കും, പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ ശ്രദ്ധ അതിലോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും എത്തില്ല. നമ്മൾ ലക്ഷ്യം മാത്രം മുന്നിലേക്ക് വെച്ച് പോവുക എന്നുള്ളതേ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. കാരണം ഈ ലോകം ഒരിക്കലും ഒരു പുതിയ ശക്തിയെ അംഗീകരിക്കുന്ന ലോകമല്ല. ഒരു രാജ്യം സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടുന്നതും സ്വയം പര്യാപ്തത നേടുന്നതും ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് നിലവിലെ മേജർ പവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓൾറെഡി തന്നെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാനായിട്ടുണ്ട്. കൂട്ടത്തിൽ വല്ലവരുടെയും പ്രശ്നം എടുത്തു വെക്കേണ്ട കാര്യം നമുക്കില്ല. പ്രത്യേകിച്ച് ഇത് ഇന്ത്യൻ വാട്ടറിൽ വന്ന ഒരു ഇഷ്യൂ അല്ല. ഇന്ത്യയിൽ വന്നിട്ട് പോയ 70-ലധികം രാജ്യങ്ങളിൽ ഒരു രാജ്യം മാത്രമാണ് ഇറാൻ എന്ന് മറക്കരുത്. അക്കൂട്ടത്തിൽ അമേരിക്കയും ഉണ്ട്. അമേരിക്കയുടെ സാന്നിധ്യവും ഇന്ത്യയിൽ നടന്ന ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.